18 പയറ്റുകയാണ് വടകരയിൽ ഇരുമുന്നണികളും. പോരാട്ട വീര്യത്തിൻ്റെ കടത്തനാടൻ മണ്ണിൽ ഇത്തവണ ജീവൻ മരണ മത്സരമാണ്. കത്തുന്ന തെരഞ്ഞെടുപ്പ് ചൂടിൽ വിജയം ആർക്കൊപ്പമാകുമെന്ന് പറയുക അസാധ്യം. സ്ത്രീ വോട്ടർമാരും യുവാക്കളുമാകും ഇത്തവണത്തെ വിധിപ്രഖ്യാപനത്തിൽ നിർണായകമാവുക. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, തലശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി നിയമസഭാ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യം ജയിച്ചത് KB മേനോൻ. PSPക്കാരനായിരുന്നു മേനോൻ. 1962 ജയിച്ചത് രാഘവൻ. 67 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായ അരങ്ങിൽ ശ്രീധരനാണ് ജയിച്ചത്. കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ നേതാവായ ശ്രീധരൻ പിന്നീട് രാജ്യസഭാംഗവും കേന്ദ്രമന്ത്രിയുമായി. 71 മുതൽ 6 തവണ KP ഉണ്ണികൃഷ്ണൻ ജയിച്ചു, അതും വ്യത്യസ്ത മുന്നണികളിൽ നിന്ന്. 77 ലോക്ദൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അരങ്ങിൽ ശ്രീധരനെയാണ് ഉണ്ണികൃഷ്ണൻ തോൽപ്പിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ നടപടികൾ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട ഉണ്ണികൃഷ്ണൻ 80 മത്സരിച്ചത് കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായി. കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ 41,658 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇടതുപക്ഷം കൈവശം വെച്ച മണ്ഡലം കോൺഗ്രസിന് നേടിക്കൊടുത്തതും ഇതേ വടകര ചോമ്പാലക്കാരൻ മുല്ലപ്പള്ളിയാണ്. 1984 തൊട്ട് ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് എസിൽ ചേർന്ന് ഇടതുമുന്നണിയിലായി. ഇന്ദിരയുടെ മരണമുണ്ടാക്കിയ സഹതാപ തരംഗത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ വീണില്ല. KM രാധാകൃഷ്ണനായിരുന്നു അന്ന് അദ്ദേഹത്തോട് പരാജയപ്പെട്ടത്. 1989 സുജനപാലാണ് അദ്ദേഹത്തെ നേരിട്ടത്. 1991 ഇടതുമുന്നണി സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണനെ ഏതു വിധേനയും തോൽപ്പിക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതൊരു അഭിമാന പ്രശ്നവുമായിരുന്നു. അതിനായി അവർ ഒരു സഖ്യത്തിന് രഹസ്യധാരണയുണ്ടാക്കി. BJPയുടെ കൂടി പിന്തുണയുള്ള അഡ്വക്കേറ്റ് M രത്നസിംഗിനെ സ്ഥാനാർത്ഥിയാക്കി. എതിരാളികൾ അതിനെ കോലീബി സഖ്യമെന്ന് വിളിച്ചു. ബേപ്പൂരിൽ ഡോക്ടർ K മാധവൻകുട്ടിയായിരുന്നു കോൺഗ്രസ് ലീഗ് BJP സഖ്യം പിന്തുണച്ച സ്ഥാനാർത്ഥി. വോട്ടെണ്ണിയപ്പോൾ ഉണ്ണികൃഷ്ണന് തന്നെ വിജയം. കോൺഗ്രസിലേക്ക് മടങ്ങിയ ഉണ്ണികൃഷ്ണനെ 96 CPM സ്ഥാനാർത്ഥി O ഭരതൻ തോൽപ്പിച്ചു. പിന്നീട് AK പ്രേമജമാണ് 2 തവണ വടകരയിൽ നിന്ന് ലോക്സഭയിലെത്തിയത്. 2004 CPMലെ സതീദേവി സീറ്റ് നിലനിർത്തി. തോറ്റത് MT പത്മ. 2009 LDFന് കൈമോശം വന്നതാണ് വടകര. കോൺഗ്രസ് മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ചു. TP ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളിക്ക് 2ാം വിജയം. തോറ്റത് യുവനേതാവ് AN ഷംസീർ. UDF 2019 K മുരളീധരനെ രംഗത്തിറക്കിയതോടെ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഹാട്രിക് ജയം. 3 വട്ടം കോഴിക്കോട് MP ആയിരുന്ന K മുരളീധരൻ 15 വർഷത്തെ ഇടവേള കഴിഞ്ഞാണ് 2019 വീണ്ടും ജില്ലയിൽ മത്സരത്തിനെത്തിയത്. മുതിർന്ന CPM നേതാവ് P ജയരാജനായിരുന്നു വടകരയിൽ എതിരാളി. 84,663 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മുരളി ജയിച്ചു. BJPക്ക് ലഭിച്ചത് 80,128 വോട്ട്. മുരളിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കുറവായിരുന്നു BJP വോട്ട്. 1.5 പതിറ്റാണ്ട് മുമ്പ് CPMൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് ഇറങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന വൈകാരികതയുള്ള വടകരയെ ഏതു വിധേനയും തിരിച്ചു പിടിക്കുക എന്നതുമാത്രമാണ് CPMൻ്റെ ലക്ഷ്യം. വടകരയിൽ പരമാവധി വോട്ട് ഉയർത്തുക BJPയും ലക്ഷ്യം വയ്ക്കുന്നു.